അപ്പോൾ ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? ഇതിപ്പോൾ നാട്ടും പുറത്തുനിന്ന് പനേൻ്റെ കുരുവാണ്. ഇത് യഥേഷ്ടം ഇവിടുന്ന് നാട്ടുപുറത്തുനിന്നൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വ്യക്തമായി എനിക്കറിയില്ല. അത് ഞാൻ നിങ്ങളതിൽ പങ്കുവെക്കില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അതല്ല, എന്താ വെച്ചാൽ ഇത് പറിച്ചെടുക്കുന്ന റിസ്ക്കാണ് ശരിക്കും. ഇതിൻ്റെ കറ അല്ലെങ്കിൽ ഈ നീര് കുറച്ച് നമ്മളെ മേലായി കഴിഞ്ഞാൽ നമ്മളെ നായ്ക്കൂരിനെ പൊടി ഒന്നുമല്ല, അതിലും വലിയ ചൊറിയാണ്. ഇത് എന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അയാൾ പറിച്ചെടുക്കുന്ന ഒരു സീന് കണ്ടിട്ട് എന്താ വെച്ചാൽ അത്ഭുതപ്പെട്ടു പോയി. എന്നുവെച്ചാൽ ഇതിൻ്റെ നീര് അപ്പോൾ മരം തന്നെ പറയുന്നത് വെച്ചാൽ മരം മുറിക്കുന്ന സമയത്ത് കയറിൻ്റെ മുകളിലൊക്കെ ഇതിൻ്റെ നീരായി കഴിഞ്ഞാൽ ചൊറിഞ്ഞിട്ട് നിൽക്കൂല. കയറിൻ്റെ മുകളിൽ നീരായാൽ വരെ ചൊറി. ഇത് ഭയങ്കര ചൊറിയില്ലാണ് ഇതിൻ്റെ നീര്. ഇതിപ്പം പറിച്ചിട്ട് അവർ കെട്ടി വെച്ചതാണ്. ഈ കോല അതേപോലെ കെട്ടി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോകുന്ന പറഞ്ഞു. ഇതാ ഫുള്ള് നല്ല രസമുണ്ട് കാണാൻ. മുന്തിരി തന്നെ ഒറിജിനൽ. ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട, കൈയായ ചൊറിയൂ. അപ്പോൾ ഇതൊക്കെ എന്താ ആവശ്യം എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. ചിലപ്പം പാൻപരാഗ് പോലെ എന്താ വസ്തുവിൽ വ്യക്തത അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടോ, ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഓരോരോ ആളുകൾ അന്നന്ന് അന്നം കഴിച്ചുകൊണ്ട് ജീവിച്ചു പോണേ.